ഇപ്പൊ എന്താടാ കടിക്കാത്തത്? ഇടി വെക്കരുത്. രണ്ടുപേരും കൂടി റസ്ലിംഗ് ആണാ? എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു അടിപൊളി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊരു അടിപ്പം വ്ളോഗായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല. എടുത്ത് വരുമ്പോഴേ ഇത് ഫ്ലോപ്പ് ആവോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരു പുതിയ ആളെ പരിചയപ്പെടുത്താൻ പോവാണല്ലേ കുഞ്ഞപ്പ? ആരെയാണ്? ഷിറ്റ്സൂന. നമ്മുടെ ഷിറ്റ്സൂന അല്ല കേട്ടാ, നമ്മുടെ വീടിന് അടുത്തൊരു ഷിറ്റ്സു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ആ ഷിറ്റ്സൂനെ കാണാൻ കുഞ്ഞപ്പൻ എപ്പോഴും ഈ ഇറങ്ങി ഓട്ടമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചിറ്റൂനെ വാങ്ങിക്കാൻ കാരണം കേട്ടോ. അതിന് മുമ്പ് അവരുടെ വീട്ടിൽ വേറൊരു ഷിറ്റ്സു ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ബെല്ലെന്നായിരുന്നു കേട്ടോ പേര്. ബെല്ല ചത്തുപോയി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. അപ്പൊ അതിന്റെ സങ്കടത്തിലാണ് അവർ വേഗം തന്നെ പോയി വേറൊരു കുഞ്ഞ് ഷിറ്റ്സുനെ വാങ്ങിച്ചിട്ടുണ്ടേ. നമ്മുടെ മുട്ടുപണി ഇവിടെ ഉണ്ട് കേട്ടാ. ഇത്ര നേരം എന്തൊരു ഉറക്കമായിരുന്നു, ഉറക്കം. ഞാൻ ഇടക്കൊക്കെ ചെന്ന് ഇങ്ങനെ തട്ടി നോക്കും, ഇവന് ജീവനുണ്ട്. അത് കടിക്കാൻ നോക്കിക്കേ, ഭയങ്കര കടിയനാണ് കേസ്. വേദനയൊന്നും എടുക്കില്ല കേട്ടോ നമുക്ക്. അവനെ ഈ പല്ല് ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന സമയമല്ലേ, അപ്പൊ അവനിങ്ങനെ എല്ലാ സാധനത്തിട്ടും കടിക്കാനുള്ള ടെൻഡൻസിയാണ്. മിന്തല് ഇല്ലേ, ഓടി നടക്കുകയാണ്. ഇട കാണിച്ചു തരാൻ. ഇവിടെ വന്നേ ചിച്ചു, ഇവിടെ വന്നേ. ഇല്ലേ എടാ, ഇവിടെ വന്നേടാ ചിച്ചു. വാ ചിച്ചുപ്പാ, എന്നിട്ട് വന്നേ. ഇവിടെ എല്ലാരും നിന്നെ ചോദിക്കട്ടെ, ഒരാളെ കാണണാ നിനക്ക്? ചിച്ചപ്പന ഒരാളെ കാണണാ? കൂട്ടുകാരന്റെ വീട്ടിൽ പോണാ? കൂട്ടുകാരന്റെ വീട്ടിൽ ഇങ്ങടെ വാ എടാ, എടുത്തോണ്ട് വന്നവനെ. അപ്പൊ ഇന്ന് നമ്മൾ ഷിറ്റ്സുനെ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവന്റെ റിയാക്ഷൻ എന്താണ്, അവന്റെ റിയാക്ഷൻ എന്താണ്? ഇവരെ ഒരേ ബ്രീഡല്ലേ, ഒരേ ഇനമല്ലേ. അപ്പൊ രണ്ടുപേരും കൂടി കണ്ട ഇടി പിടിക്കുവോ, ഇവൻ അവനെ കടിക്കുവോ, അവൻ ഇവനെ കടിക്കുവോ? കടി എന്റെ പകുതി മുടി പറിച്ചെടുത്ത് കേട്ടോ. ഏത് നേരം എന്റെ മുടി കടിയലാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇപ്പൊ അവന് കളിമൂടാണ് കേട്ടോ. അതേ താഴെ ഇറങ്ങാൻ വേണ്ടി കിടന്ന് കാണിക്കുകയാണെ. ഈഴും കുഞ്ഞു നീ പെടഞ്ഞ് ഓടിയാണ്, ഓട്ടം. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ മുട്ടനാടിന്റെ കുഞ്ഞു ഓടണ പോലെ ഓടണത്. ഭയങ്കര ഓട്ടം കേട്ടോ ഇവൻ. താമസിപ്പിക്കേണ്ട നമുക്ക് അവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവർ തമ്മിലുള്ള കളിയും ചിരിയും, ഇടിയാണെങ്കിൽ ഇടി, എന്താണ് അവിടെ സംഭവിക്കണത് അത് നമുക്ക് വീഡിയോ എടുക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ കുറുക്ക് കഴിച്ചു കേട്ടാ ഉറക്കത്തിൽ നിന്നീട്ട്. അപ്പൊ ചേട്ടൻ അതാണ് തുടച്ചു കൊടുക്കണത്. ബാടാ സുന്ദര, ബാ അമ്മയുടെ ഉത്തുവാ അമ്മയുടെ സുന്ദരി പാടി. കുഞ്ഞപ്പ എടുത്തേക്കുവാണേ. ഇതാണ് നമ്മുടെ വീട്. ഈ ബ്ലൂ വെയിൽ കിട്ടിയേക്കാണ് നമ്മുടെ വീട്. ഇനി നമ്മുടെ മറ്റേ ബെല്ലയുടെ വീടാണ്. ഇതാ കാണുന്ന വീട് നിങ്ങൾക്ക് കാണാം. രണ്ട് വീട് കണ്ട. അതിൻ്റെ അകത്ത് ഒരെണ്ണമാണ് നമ്മുടെ ബെല്ലയുടെ വീട്, മറ്റേ ഷിറ്റ്സുൻ്റെ വീട്. ബെല്ലെന്നാണ് കേട്ടോ പേര്. അവർ ആദ്യം മരിച്ചുപോയ ആ പട്ടിയുടെ അതേ പേര് തന്നെയാണ് ഇപ്പോൾ പുതിയത് വാങ്ങിച്ച പട്ടിക്ക് വിട്ടേക്കുന്നത്. ബാ കുഞ്ഞു ബാ. അപ്പോൾ ഇതാണ് അവരുടെ വീട്. അന്ന സോംസ് എന്നാണ് കേട്ടോ വീടിൻ്റെ പേര്. അവിടുത്തെ മോളുടെ പേര് അന്ന എന്നാണ്. അപ്പോൾ അത് തന്നെയാണ് അവരുടെ വീട്ടുപേര്. അപ്പോൾ കുഞ്ഞപ്പം എപ്പോഴും ഈ ഗേറ്റ് തുറന്ന് അകത്ത് കയറി അതിനെ കാണുള്ള പണിയെ. ഉറങ്ങുവാണോന്ന് അറിയില്ല, ഉച്ച സമയം അതുകൊണ്ടേ ചിലപ്പോൾ അവനെ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. ഗേറ്റ് അടച്ചേക്കാം. അവൾ അവിടെ ഉണ്ടോ അതോ അവൾ എവിടെയെങ്കിലും പോയോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലേക്കുള്ള വഴിയാണേ. അവരുടെ പട്ടിക്ക് അവരുടെ ഷിറ്റ്സൂന് ഇങ്ങനെ അഴിച്ചു വിട്ടാലും കുഴപ്പമില്ല. ഇവിടേക്ക് ഇങ്ങനെ ഓടി നടക്കാം. നല്ല മണ്ണൊന്നുമില്ല, മറ്റേ ഇന്റർലോക്ക് ചെയ്തേക്കുന്നതാണേ. ആണല്ലേ? അയ്യോ, അപ്പൊ അവരില്ലെന്ന് തോന്നണടാ, പണി പാളിയാ. പക്ഷേ നമ്മുടെ ഷിറ്റ്സുന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, നേരെ റോഡാണ്. ഇവിടെ ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ ഓടി നടക്കാം. കണ്ടില്ലേ, അവർക്ക് ഇവിടെ അക്വേറിയൊക്കെ ഉണ്ട് കേട്ടാ. അയ്യോ, വലിയ അക്വേറിയാണ് കേട്ടാ. നല്ല ഭംഗിയാണ് അക്വേറിയം കാണാൻ. കണ്ടില്ലേ എങ്ങനെയുണ്ട് കുഞ്ഞപ്പ കാണാൻ? ഓസ്കാർ, കുറേ മീനുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അക്വേറിയം കാണാൻ വേണ്ടി. അടിപൊളിയാണ്, വലിയ അക്വേറിയാണ് കേട്ടാ. നല്ല വീതി നീളമൊക്കെ ഉള്ള അക്വേറിയം. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നണല്ല. നമുക്ക് അന്നേനെ ഒന്ന് ഫോണിൽ വിളിച്ചു. ഇവിടെ ആരും ഇല്ല ഏട്ടാ. ഇതാണ് നമ്മുടെ അന്നയുടെ വീട്. അന്നയുടെ പട്ടിയാണ് നമ്മുടെ ഷിറ്റ്സു. തൊട്ടപ്പുറത്ത് തന്നെ അന്നയുടെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും വീടാണ്. ഒരു പറമ്പിൽ തന്നെ 2 വീടാണ്. ചിലപ്പോൾ അവൻ ഇവിടെ ഉണ്ടാവും. അവരുടെ വീട്ടിൽ ആരെയും കാണുന്നില്ലേ, നമുക്ക് നോക്കാം. കുഞ്ഞപ്പൻ ഇവിടെ താഴെ നിർത്തി. അവളെന്തേ? അന്ന എന്തേ അമ്മൂമ്മേ? അയ്യോ, അപ്പൊ ഇവിടെ ആരും ഇല്ലേ? ഒരാള് ചാടാ. കടിക്കല് ചേച്ചിയുടെ കടിക്കല്. നീ അവനെ നോക്ക്, ആരെ കൊണ്ടുവന്നേക്കണേ നോക്ക്. ഇല്ല അവനെയും കടിക്കണ്. ഇവിടെ വീട്. 2 പേരും കൊണ്ടുവന്നാണ്. ഞാൻ അവളോട് ഇന്നലെ പറഞ്ഞേ നമുക്കിന്ന് 2 പേരെയും കൂടി വെച്ചിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞായിരുന്നു. 2 പേരെയും കൂടി നിർത്തി വീഡിയോ എടുക്കുക. ഇന്നലെ ഞാൻ ഫോണൊന്നും എടുക്കാണ്ടാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാം. നമ്മൾ എറണാകുളത്ത് പോയല്ലേ. നിങ്ങൾ ഓടല്ലേ കുഞ്ഞു, അവിടെ ഇരി. നിങ്ങൾ ഓടരുത്, നിങ്ങൾ ഓടിയാ അവര് പുറകെ വരും. എടാ ഭീകര, ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നേ.
ഒച്ചെടുക്കല്ലേ? ദേ കണ്ട അവന്റെ വാലയിട്ട് കടിക്കണം. കുഞ്ഞു ചിച്ചു. ഇവനാള് ഇച്ചിരി തക്കോട്. ഇവന് 2 മാസം കഴിഞ്ഞ് പ്രായവേ. നമ്മുടെ ആൾക്ക് 1 മാസേ ആയിട്ടുള്ളു. കുഞ്ഞു ഓടല്ലേ കുഞ്ഞപ്പാ. രണ്ടുപേരും ഓടാതെ. ഓടിയില്ലെങ്കിൽ നോ പ്രോബ്ലം. നമ്മുടെ ഷിറ്റ്സു ആണ് കേട്ടോ ആള് വില്ലൻ. അവനാണെങ്കിൽ അവന്റെ പുറകെ നടന്ന് അവനെ കടിച്ചോണ്ടിരിക്കുകയാണ്. ഇടിവെക്കരുത്. രണ്ടുപേരും ഇടിവെക്കരുത്. രണ്ടുപേരും മര്യാദക്ക് കളിക്ക്. ഇതാണോ നിങ്ങളുടെ കളി? ഇടി വെച്ചിട്ട് അവന്റെ വാലക്കടിക്കണ. എന്തിനാടാ അവന്റെ വാലക്കടിക്കണ നീ? ഇതാണോ നിങ്ങളുടെ കളി? നിങ്ങളുടെ ആൾക്കാർ ഇങ്ങനെയാണ്. നീ കടിക്ക തിരിച്ചടി. രണ്ടുപേരും തമ്മിൽ ഇതാണോ നിങ്ങളുടെ കളി? കൊള്ളാല രണ്ടുപേരുടെയും കളി. ഇത് എടുത്തു വെച്ചോ. ആണ അല്ല ഇവനും അതെ ആൾക്കാരെ കടിക്കൽ ഇത്തിരി കൂടുതലാണ്. ഇവനും കടിക്കും. രണ്ടുപേരും കടിക്കും. എടാ കടിക്കാണ്ട് കളിക്കടാ രണ്ടുപേരും. ഉന്തിയിടണ്. മതി. അവൻ കണ്ട അവൻ വെറുതെ മുതുകത്ത് കയറാൻ നോക്കണേ ഉള്ളു. അവനൊന്നും ചെയ്യൊന്നുമില്ലേ. അവൻ കടിക്കണമെന്നില്ല. അവൻ വെറുതെ മുതുകത്ത് കയറാൻ നോക്കണേ. അപ്പൊ ഓടിക്കോ. ഇങ്ങനെ കളിച്ചാ കുഴപ്പമില്ല. ഇങ്ങനെ ഓടിക്കളിച്ചാ കുഴപ്പമൊന്നുമില്ല. കടിച്ച് കളിക്കരുത് രണ്ടുപേരും, പറഞ്ഞേക്കാം. ഇല്ല കാറിന്റെ അകത്ത് ആരും ഇല്ല. അവന്റെ മുതുകത്ത് കയറാൻ നോക്കിയാണ് കേട്ടാ. ദേ മുതുകത്ത് കയറാൻ നോക്കാൻ. ഇപ്പൊ നമ്മുടെ ഷിറ്റ്സുവിന് ഇത്തിരി ഒതുങ്ങി കേട്ടാ. അവനിപ്പൊ കടി മാറി. ഇവിടെ വാ രണ്ടുപേരും. ഇവിടെ വാ. ഇല്ലേ മുഞ്ഞിയും കുത്തി കിടക്കണടാ രണ്ടും കൂടി. കുഞ്ഞമ്മ നീ വീഴരുത്. ഇവിടെ വാ. രണ്ടുപേരുടെ ഇടി മാറി. ഇവിടെ വാ കുഞ്ഞു. നമ്മുടെ ശിശുവിനെ പൊക്കിക്കൊണ്ടുവാ. അപ്പൊ അവൻ വരും. നമ്മുടെ ശിശുവിനെ പൊക്കിക്കൊണ്ടുവാ. ഇങ്ങോട്ട് വാ. അപ്പൊ അവൻ പുറകെ വന്നോളൂ. ഓടരുത്. ഓടാണ്ട് നടന്നു വാ. ഇവിടെ വെക്ക്. ഇവിടെ താഴെ വെക്ക്. രണ്ടുപേരും പയ്യെ കളിക്ക്. അങ്ങനെ തന്നെ. ഇപ്പൊ കളിയാ. ഇങ്ങനെ വേണം കളിക്കാൻ. അല്ലാണ്ട് തമ്മി ഇടിവെച്ചല്ല കളിക്കേണ്ടത്. അവൻ മുതുകത്ത് കയറാൻ നോക്കണേ. എടാ നീ അവനെ ഇടക്ക് കടിക്കണുണ്ടാ നീ? ഓടിച്ചിടി. ഓടിച്ചിടാൻ നോക്കണേ. അല്ല രണ്ടുപേർക്കും നിന്ന് കളിക്കാൻ അറിയാൻ പാടില്ലേ? ഇപ്പൊ എന്താടാ കടിക്കാത്തത്? ഇപ്പൊ ഓടണേണ്. ഇപ്പൊ രക്ഷപ്പെടണേണ്. അവന്റെ അടുത്ത് ഓടി ഓടി രക്ഷപ്പെടും. ഇവൻ കെട്ടിപ്പിടിക്കാൻ നോക്കിയാണെന്ന് തോന്നണല്ലേ? മേത്ത് കയറിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണേണ്. എടാ നിക്കടാ. രണ്ടുപേരും അവിടെ നിക്കി. രണ്ടുപേരും അവിടെ നിക്കി. ഇല്ല മുതുകത്തി. ഇത് റസ്ലിംഗാ. ഇതെന്താ രണ്ടുപേരും കൂടി റസ്ലിംഗ് ആണാ? എടാ മാറി നിക്കുഞ്ഞപ്പാ. ഇവനിപ്പൊ 66 ദിവസമായി കേട്ടാ. കടിക്കൂല മോനെ. ഇല്ല കടിക്കൂല അവൻ പുന്ന. ഇല്ലടാ അവൻ ഇങ്ങനെ ഉമ്മ വെക്കിയ പുന്നാരിക്കേടാ. അവൻ കടിക്കൂല. അവനിപ്പൊ 66 ദിവസമായിട്ടാ. അതായത് 2 മാസം കഴിഞ്ഞു കേട്ടാ. അതാണ് അവൻ കുറച്ചുകൂടി വലിപ്പമുള്ളത്. നമ്മുടെ ഷിറ്റ്സുവിന് ഇപ്പൊ 1 മാസം ആയിട്ടുള്ളൂ. അതാണ് അവൻ കുറച്ചുകൂടി ചെറുത്. നോക്കിക്കേ രണ്ടുപേരും കൂടി ചെയ്യണത്. അപ്പൊ അവന് ഇഞ്ചക്ഷൻ ഈ മാസം എടുക്കും. നമ്മുടെ ഷിറ്റ്സുവിന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇവൻ ഈ അടുത്ത ആഴ്ച എടുക്കുമായിരിക്കും. അപ്പൊ കുഞ്ഞപ്പന് പേടിച്ചിട്ട് കുഞ്ഞപ്പൻ എടുത്ത് കയ്യെ പിടിച്ചേക്കാണേ. പൊന്നാ കൊണ്ടുവരാൻ കേട്ടോ ഇടക്ക്. ചിച്ചുവിനെ ഇടക്ക് കൊണ്ടു. ഇല്ല ഓട്ടം നോക്ക്. കുഞ്ഞപ്പൻ ഇട്ടുണ്ടോ ഓടിച്ച്. കുഞ്ഞപ്പ നിന്നെ ഇട്ടുണ്ടോ ഓടിക്കണേണ്ടാ. അതെന്താണെന്നാ നീ അവനെ എടുത്തോണ്ട് പോയില്ലേ? അവന് പിടിച്ചില്ല. അവരിപ്പൊ ഫ്രണ്ട്സാ. നമ്മളിപ്പൊ പുറത്തായി. അവര് കൂട്ടായി. നീ അവനെ എടുത്തോണ്ട് പോയത് അവന് പിടിച്ചില്ല. കണ്ടാ അവിടേക്ക് അടങ്ങിക്ക്. ഞങ്ങള് പോണു. ഞങ്ങൾ ഇനി പിന്നെ അന്നേയും കൂടി എളുപ്പം വരാ. ഞാനൊരു പരി പോയി വീർത്ത് കുളിച്ചെന്റെ ദൈവമേ. ഒരു പരിവായി ഞാൻ. കുഞ്ഞെ വിട്ടു കൊടുക്കല്ലേ കുഞ്ഞു. എടാ താഴെ നിർത്തരുത്. അവനെ താഴെ നിർത്തരുത്.
എടുത്തരാം. അവനെ കൊണ്ടുപോക്കോ, നീ ഗേറ്റിന്റെ അങ്ങോട്ട് കൊണ്ടുപോക്കോ. രണ്ടുപേരെയും കൂടി ഇനി ഒരുമിച്ച് നിർത്തിയാ സ്നേഹിച്ച് രണ്ടുപേരും കൂടി. ആ ചേച്ചിയുള്ളപ്പോ വരാവേ, അന്ന ചേച്ചിയുള്ളപ്പോ വരാവേ. ബൈ. എന്റെ ദൈവം, അയ്യോ കുഞ്ഞുപ്പാ അവിടെ നിക്കണടാ. എന്റെ പൊന്നേ, രണ്ടുപേരും സ്നേഹിക്കണ ഇടിവെക്കണ എന്താന്ന് മനസ്സിലാവണം. ഗേറ്റൊക്കെ പൂട്ടണ്ട. അയ്യോ എന്റെ പൊന്നേ. അച്ഛേ 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 എന്റെ മോനെ. അയ്യോ ഇവൻ ആരാണെന്നറിയാമോ ഈ ചെറുക്കൻ? അയ്യോ എന്റെ മോനെ, പോടാ പോടാ. കുഞ്ഞെ ആദ്യം കൊണ്ടുവന്നപ്പാ, ആദ്യം കൊണ്ടുവന്ന് അന്ന ഇല്ലായിരുന്നു വീട്ടിൽ, ഇവൻ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു ബെല്ല. അപ്പൊ കണ്ടപ്പോ തന്നെ വാതിലും തുറന്ന് ഞങ്ങളെ കണ്ടപ്പോ ഓടി വന്നു. ഇത്ര നേരം അവിടെ കിടന്ന് കളിച്ച് തിമർത്ത ആളാണ്. നോക്കിക്കേ, വന്നപ്പോ തന്നെ ഉറങ്ങിക്കളഞ്ഞ്. ഡാ നീ ആണോ ഇത്ര നേരം അവിടെ കിടന്ന് കളിച്ച് കടിച്ച് ഓടി നടന്നേച്ചവൻ? നോക്കിക്കേ, ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ കിടന്ന് ഉറങ്ങണത്. എനർജി മൊത്തം അവിടെ തീർത്തിട്ടാ വന്നത്. ഫുൾ എനർജി അവിടെ തീർത്തിട്ടാ വന്നത്. രണ്ടും കൂടി എന്ത് മേടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവനൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുളിച്ച് റെഡി ആയിട്ട് അവനൊരു ഫുഡ് വാങ്ങിക്കാൻ പോവാണേ. നമ്മുടെ ബെല്ലയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ചേട്ടനാ പറഞ്ഞത് ഇപ്പോൾ 1 മാസം തൊട്ടേ ആ ഒരു ഫുഡ് കൊടുത്തു തുടങ്ങാം, എന്നാലേ നല്ല തക്കടുമുണ്ടനായിട്ട് വരുള്ളന്നേ. അപ്പോൾ എനിക്ക് തന്നെ ഒരേ ടൈപ്പ് ഫുഡ് തന്നെ അവന് ഈ 3-4 ദിവസമായിട്ട് കൊടുത്തിട്ട് എനിക്ക് തന്നെ എന്തോ മടുപ്പേ. അപ്പോൾ ഞാൻ ഓർത്ത് ആ ഒരു ചേട്ടൻ പറഞ്ഞ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അത് കൊടുത്താൽ പെട്ടെന്ന് വളരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല പ്രോട്ടീനും ബാക്കി ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഫുഡാണത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല കാർമേഘം, മഴ പെയ്യാൻ ഇങ്ങനെ ആകാശം ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. നല്ല മഴക്കാറുണ്ടെന്ന്, നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം ഞാൻ അവനെ മടിയിൽ ഇരുത്തിയിട്ട് ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും ഈ വാതിൽ ചാടി പുറത്തോട്ട് ചാടാൻ വേണ്ടി കിടന്ന് മിന്തിരിപ്പാണ് കേട്ടോ. അവസാനം മഴ പെയ്തുകൊണ്ട് ചേട്ടൻ ചില്ല് കയറ്റിയിട്ടെ, അല്ലെങ്കിൽ അവൻ ചാടി പുറത്തോട്ട് പോകും. അപ്പൊ അവസാനം അവിടെ പുറകെ പെട്ടി എടുത്തിട്ടുണ്ട് നമ്മള്. കുഞ്ഞപ്പൻ അവിടെ പെട്ടിയിലാക്കി. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പൊ അവൻ നല്ല ഉറക്കാണ്. പെട്ടി കിടത്തിയപ്പോ തന്നെ ആളെ ഉറങ്ങിപ്പോയി. ഈ പ്രായത്തിലേ നല്ല ഉറക്കം വേണം. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ ഗൈസ്. അതുകൊണ്ട് എന്നെയും കുഞ്ഞപ്പനെ ഇവിടെ ഇരുത്തിയിട്ട് ചേട്ടൻ പോയി കേട്ടോ പുറത്ത്. ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് ഇവിടെ നമ്മുടെ അടുത്ത്. ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് കിട്ടി കേട്ടോ. ഇത് റോയൽ ക്യാനിൻ എന്നാണ് ഈ ഫുഡിന്റെ പേര്. നമ്മുടെ ഷിറ്റ്സുനെ പോലെയുള്ള പട്ടീനെ വളർത്തുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ വെയിറ്റ് കൂടാനും നല്ല തക്കടും മുണ്ടനാവാനും ഇതൊക്കെയാണ് കൊടുക്കണേന്നെ. അപ്പൊ അത്യാവശ്യം വിലയുണ്ട് ഈ ഫുഡിന് കേട്ടോ. അപ്പൊ ദേ അത് കൊടുക്കാൻ പോവാണ് അവനെ. ഇതില്ലേ, ഇതിൻ്റെ അകത്ത് ഒരെണ്ണം എടുത്ത് ചേട്ടൻ ഇങ്ങനെ വെറുതെ മണപ്പിച്ചിട്ട്, എന്റെ ദൈവമേ, ഇതുവരെ ഇവൻ കാണിക്കാത്ത ആക്രാന്തവും വെപ്രാളവും പരവേശവും. ഇവൻ ഇതിനു മുമ്പ് ഇത് തിന്നിട്ടുണ്ടാ? അതാ ഇനി അവര് കൊടുത്തിട്ടുണ്ടോന്നറിയില്ല. നമുക്കിത് തന്ന ആൾക്കാർ ഇതിനു മുമ്പ് ഇവൻ ഇത് കൊടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോ ഇവൻ ഇതിന്റെ മണം കേട്ടിട്ട് ഭയങ്കര കൊതി തോന്നണോണ്ടാണോന്നും അറിയില്ല കേട്ടാ. ഭയങ്കര വെപ്രാളം കാണിക്കുന്നു. അവിടെ എനിക്ക് ഇരുന്നാ തരാം. ഇവനെ ഇത് വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കണം. പട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്തെങ്കിലും സാധനം കാണിച്ചിട്ട് നമ്മൾ പറയണ അനുസരിപ്പിക്കണം, എന്നാലേ അവരനുസരിക്കുള്ളൂ. ഒരെണ്ണം അവന് കൊടുത്തേച്ചേ അവന്റെ ആ ഒരു പരവേശോ ഇഷ്ടമോ നോക്കട്ടെ. എന്റെ ദൈവമേ അച്ചടാ ഇങ്ങോട്ട് നോക്കിയ ചിച്ചപ്പാ. ഞാനിവനെ ചിച്ചു എന്ന് വിളിച്ചിട്ട് എല്ലാവർക്കും ചിലപ്പോൾ ചിച്ചു എന്നാണ് പേരെന്നായിരിക്കും വിചാരം. ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല കേട്ടാ പേര്. പക്ഷെ ഞാൻ എന്താണെന്നറിയാൻ പറ്റില്ല, ചിച്ചു എന്ന് വിളിച്ചു പോയി. ദേ അത് തിന്നിട്ട് വേറെ ഉണ്ടോന്ന് മണത്തിന് നടക്കണു. കൊറേ ഉണ്ടല്ലോ. അതെ ഈ കിറ്റ് നിറച്ചും ഉണ്ടല്ലോ. കൊല്ലുകോട്ട 1 കിലോത്തിന്റെ കിറ്റാണ് കേട്ടാ ഇത് നിറച്ചും ഉണ്ടല്ലോ. കൊതി വന്നു, പാവത്തിന് കൊതി വന്നച്ച്. അവിടെ ഇരിക്കി ചിച്ചു. സിറ്റ് എങ്കിൽ തരാം. സിറ്റ് ചെയ്താ തരാം. നോക്കിക്കേ കഴിക്കണം. അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടാ. കൊതിയോടെ കഴിച്ചോണ്ടിരിക്കാണ് പാവം. എടാ നിനക്കിത് ഇത്ര ഇഷ്ടായിരുന്നല്ലേടാ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇവനെ കിട്ടിയിട്ട് 4 ദിവസം ആയിട്ടുള്ളൂ കേട്ടാ. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പോഴേ വാങ്ങിച്ചത് നന്നായി. ഞാൻ ഓർത്തിരുന്നേ, ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചെന്താ, കടയിൽ പോയപ്പോ ആ കടയിലത്തെ ചേട്ടനെ ഞങ്ങളോട് ആദ്യം അങ്ങനെയാ പറഞ്ഞത്. ഇപ്പൊ 1 മാസം പ്രായമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു സെർലാക്ക് പോലത്തെ പൊടിയാണ് ഇപ്പൊ അവന് കൊടുത്തോണ്ടിരിക്കുന്നത്. 3 നേരം 4 നേരം ആ ഒരു പൊടി കുറുക്കി ഇങ്ങനെ ലൂസാക്കിയാണ് പാല് പോലെ കൊടുത്തോണ്ടിരിക്കണത്. അപ്പൊ ഇത് കുറച്ചുകൂടി വലുതാവുമ്പോ ഇത് കൊടുത്താൽ മതി, ഒരു 2 മാസമൊക്കെ ആയിട്ട് കൊടുത്താൽ മതി എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പൊ ഷിറ്റ്സു നമ്മുടെ മറ്റേ ബെല്ലയുടെ വീട്ടിൽ ചെന്നപ്പോ ബെല്ലയുടെ അവിടുത്തെ ചേട്ടനാ പറഞ്ഞത്, ഇല്ല ഇത് ഇപ്പോഴേ കൊടുത്തു തുടങ്ങിയാലേ നല്ല തക്കടുമുണ്ടനായിട്ട് വരുള്ളന്നേ. എന്നാലേ കണ്ട അവന്റെ ഇവൻ ഇത്ര ഇഷ്ടമായിരുന്നെങ്കിൽ ഇത് ആദ്യമേ മേടിച്ചാൽ മതിയായിരുന്നല്ലേ. എടാ പ്ലേറ്റും കൂടി തിന്നല്ലേടാ. എന്റെ ദൈവമേ എന്തൊരു ഇഷ്ടവന്. കുറുക്ക് പോലും ഇത്രയും ഇഷ്ടത്തോടെ തിന്നത്തില്ലല്ലേ.
കാരണം കുറുക്കിനൊന്നും മീനിന്റെ ഇറച്ചിയുടെ അങ്ങനത്തെ ചൊവ്വയും ടേസ്റ്റ് ഇല്ല. പക്ഷെ ഇതിനില്ലേ ഒരു പ്രത്യേക മണമൊക്കെയാണ്. എന്തായാലും ഒരു മീനിന്റെ ഒരു ഇറച്ചിയുടെ അങ്ങനത്തെ ഒക്കെ ഒരു മണമാണ് ഈ ബിസ്ക്കറ്റിന്. കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റ് പോലെയാണ് കേട്ടോ ഇതിരിക്കും. അത് ഇപ്പൊ ചേട്ടൻ വെള്ളത്തിൽ കുതിർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആ കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റ്. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാവേ. അപ്പൊ അതുവരേക്കും ചാച്ചാ ബൈ ബൈ, സീ യു. കുഞ്ഞപ്പ എന്തൊക്കെ ചെയ്യണം? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഷിറ്റ്സുക്കുട്ടനെയും കുഞ്ഞപ്പനെയും നമ്മുടെ ഈ വ്ളോഗും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഡെയിലി വ്ളോഗ് ഇടാൻ മാക്സിമം ശ്രമിക്കാം. എല്ലാവരും മറക്കാതെ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. ചേട്ടാ ബൈ ബൈ, സീ യു. ബൂം.